ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ വീഡിയോസിൽ കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു, എത്ര ലിക്വിഡ് കൊണ്ടുവരാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആയിരുന്നില്ല ഞാൻ പ്രധാനമായിട്ടും കൊണ്ടുവരേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അതാണ് പറയുന്നത്. അതിലൊന്നാമത്തെയാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ. അതെന്തായാലും അത്യാവശ്യമാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏതെങ്കിലും കടയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ ചേട്ടന്മാർ എടുത്തു തരും. ഇനി രണ്ടാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നും മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് കുട. നമ്മുടെ നാട്ടിലത്തെ 2 ഫോൾഡിൻ്റെയോ അല്ലെങ്കിൽ 3 ഫോൾഡിൻ്റെയോ ഭംഗി നോക്കാണ്ട് ക്വാളിറ്റി നോക്കിയിട്ട് നല്ലൊരു കുട വാങ്ങിച്ച് കൊണ്ടുവരിക. കാരണം ഇവിടുത്തെ കാറ്റിലും മഴയിലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കുട തന്നെ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, പ്രധാനമായിട്ടും വേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക. വിസ വന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടല്ല അത് ചെയ്യേണ്ടത്, അതിന് മുൻപേ ഡോക്യുമെൻറ്റ്സൊക്കെ എല്ലാതും എന്തെങ്കിലുമൊക്കെ ഇനി പുതിയത് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ്സ്, ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ് വരുന്നത്. ഇനി ഞാൻ ഓരോ ഐറ്റംസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുകയാണ്. അപ്പോൾ വിസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കലാണ്. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ എയർലൈൻസ് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വെയിറ്റ് ലഗേജ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റുന്ന എയർലൈൻസ് നിങ്ങൾ നോക്കിയെടുക്കുക. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ഓഫർ കൊടുക്കുന്ന എയർലൈൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യയൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എയർലൈൻസ് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറച്ചധികം കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഫാമിലിക്ക് ആയാലും ഇപ്പോൾ എയർലൈൻസുകൾ ഇങ്ങനെ ഇപ്പോൾ എയർ ഇന്ത്യ, വിസ്താരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ചുകൂടി ലഗേജ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ എയർലൈൻസ് നോക്കി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എത്ര വെയിറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടത് ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിലോട്ട് മാറാം. ഇനി തുണികളുടെ കാര്യം ആദ്യം പറയാം. നിങ്ങൾക്കിപ്പോൾ വിൻ്റർ ഇൻടേക്കിലാണ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിൻ്ററിലത്തെ ഡ്രസ്സുകൾ ഒന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിൻ്റർ ഡ്രസ്സുകളാണ് കുറച്ചും കൂടിയും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ക്വാളിറ്റിയിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഇവിടുത്തെയാണ് കുറച്ചും കൂടി നല്ലത്. അതേപോലെ തന്നെ പക്ഷേ വിൻ്ററിൽ നിങ്ങൾ വരുന്ന കാരണം നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ജാക്കറ്റോ അല്ലെങ്കിൽ ഒരു സ്വെറ്റ് ഷർട്ടൊക്കെ വാങ്ങിച്ച് ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സമ്മർ ഡ്രസ്സുകളുണ്ടല്ലോ, ഇപ്പോൾ സമ്മർ ടൈമിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ കോട്ടൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ചുരിദാറുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സുകൾ കൊണ്ടുവരാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ വാങ്ങിക്കാൻ കിട്ടുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം ഇവിടെ അത്രയ്ക്കും അങ്ങനത്തെ ഡ്രസ്സുകൾക്കൊന്നും കളക്ഷൻ പോരാ. അതേപോലെ തന്നെ അണ്ടർവെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഇനി പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് ജീൻസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടതാണ് നല്ലത്. കാരണം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇവിടുത്തെ ആൾക്കാർ പൊതുവേ ഹൈറ്റും നല്ല സൈസുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ എനിക്കൊന്നും എൻ്റെ സൈസിന് ഇതുവരെ ഇവിടുന്ന് ജീൻസ് കിട്ടിയിട്ടില്ല. ഒന്നുകിൽ ലെങ്ത്ത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഹിപ്പ് അവിടെ വേസ്റ്റൊക്കെ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ജീൻസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് നാട്ടിൽ നിന്നാണ്. അപ്പോൾ ജീൻസ് അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഡ്രസ്സുകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. വിൻ്റർ ഡ്രസ്സുകൾ ഞാൻ പറയാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടിയും ബെറ്റർ. ഇവിടെ എത്തി കഴിഞ്ഞിട്ട് വില കുറച്ച് കൂടുതലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ജാക്കറ്റൊക്കെ നോക്കുമ്പോൾ വില കൂടുതലായിരിക്കും, എങ്കിലും ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഈ ഷൂവിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പോൾ ഡെയിലി വെയറിനൊക്കെ പറ്റുന്നൊരു ഷൂ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഷൂ വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതി. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ ടൈമിൽ നമ്മൾ വിൻ്റർ ഷൂ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ സ്നോഫോളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വീഴാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വിൻ്റർ ഷൂ ഇടുന്നതാണ് നല്ലത്. അപ്പോൾ വിൻ്റർ ഷൂ നമുക്ക് ഇവിടെ വന്നിട്ട് നല്ലത് വാങ്ങിക്കാം. നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യത്തിന് ഡെയിലി വെയറിന് പറ്റുന്ന ഒരു ഷൂ വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സാൻഡൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ബാത്തിങ് ടവൽ ഇവിടെയും കിട്ടും, വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് നമ്മുടെ നാട്ടിലത്തെ തോർത്തുമുണ്ട്. അപ്പോൾ തോർത്തുമുണ്ടോടൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു തോർത്തുമുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം, ലിപ് ബാം, അതേപോലെ തന്നെ ഹെയർ ഓയിൽ, പിന്നെ ബോഡി ലോഷൻ, ഇതൊന്നും ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ. ഇപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ ഞാനിതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ നാട്ടിൽ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുവരാം. ഇനി അത് എത്ര കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ബോയ്സിനായാലും ഇതൊന്നും യൂസ് ചെയ്യാത്തവരായിരിക്കും. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് കാരണം നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടും, അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വലിഞ്ഞ് നമുക്കിങ്ങനെ ആകെ ഒരു അസ്വസ്ഥത തോന്നും. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം, ലിപ് ബാം, അതേപോലെ തന്നെ ബോഡി ലോഷൻ ഇതെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങണം. ഒന്നെങ്കിൽ നിങ്ങൾക്കത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് DM അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ആമസോൺ ഇവിടെ നിന്നൊക്കെ
ഈ എന്താ പറയുക ക്രീമുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് കേട്ടോ പറയുന്നത്. അതായത് ഇപ്പോൾ ലാപ്ടോപ്പ് ഫോണൊക്കെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടായാലും വാങ്ങിക്കാവുന്നതാണ്. അതല്ല മറ്റ് സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഹെയർ ഡ്രയർ, സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ ട്രിമ്മർ, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അയൺ ബോക്സ് ആയാലും അങ്ങനത്തെ ഒരു ഐറ്റംസൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട. അതെല്ലാം നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ അതിനെ പറ്റിയ ഷോപ്പുകളുണ്ട്. റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വലിയ കത്തി റേറ്റ് ഒന്നുമല്ല, നോർമൽ റേറ്റിൽ നമുക്ക് ഇവിടുത്തെ കടകളിൽ നിന്നും ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഹെയർ ഡ്രയർ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റാണ്. പ്രത്യേകിച്ച് പെൺപിള്ളേർക്കായാലും ആൺപിള്ളേർക്കായാലും മസ്റ്റാണ്. കാരണം വിൻ്ററൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പാടാണ്. അപ്പോൾ ഹെയർ ഡ്രയർ നമുക്ക് എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേണം. അത് നമ്മൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് ആവശ്യം വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതായത് നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഹോട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഡി ആക്കിയിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിച്ചൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കിച്ചണിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റാനായിട്ട് ഒരു പാൻ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ ചോറൊക്കെ വെക്കാനായിട്ട് ഒരു കുക്കർ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അതേപോലെ തന്നെ കുക്കർ കൊണ്ടുവരുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കും മറ്റ് രാജ്യത്തു നിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ ഈ കിച്ചണായിട്ട് അല്ല കുക്കറായിട്ട് കുക്കറിൻ്റെ വിസിലടിക്കുന്ന സൗണ്ട് ചിലപ്പോൾ അങ്ങനെ ദഹിച്ചു എന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആമസോണിൽ സൗണ്ട് ഇല്ലാത്ത കുക്കറും വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലായാലും അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടായാലും വാങ്ങിക്കാവുന്നതുള്ളൂ. അപ്പോൾ പാൻ എന്തായാലും കൊണ്ടുവരാം. അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വുഡൻ സ്പാച്ചിൽ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്പൂണും ഒരു പ്ലേറ്റും കൊണ്ടുവരാം. ഗ്ലാസ് വേണമെങ്കിൽ ഒരെണ്ണം കൊണ്ടുവരാം. പിന്നെ ബാക്കിയുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഫുള്ള് ഇവിടുന്ന് നമുക്ക് പിന്നീട് നിങ്ങളുടെ ഒഴിവനുസരിച്ച് വാങ്ങിക്കാവുന്നതുള്ളൂ. അതായത് ഇവിടെ നമുക്ക് ടെഡി, പിന്നെ €1, അതേപോലെ തന്നെ വൂൾവർത്ത്, പിന്നെ കിക്ക്, ഇങ്ങനത്തെ കുറേ അധികം ഷോപ്പുകളുണ്ട്. ഇവിടെ നമുക്ക് നല്ല ചീപ്പ് റേറ്റ് അല്ല, നല്ല നോർമൽ റേറ്റിന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ മിക്സി നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനിവിടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത് എങ്കിൽ പോലും മിക്സി ഞാനിപ്പോൾ വല്ലപ്പോഴാണ് ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ദോശ ഒരു കുതി തോന്നുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് മിക്സി ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ മിക്സിയൊക്കെ വലിച്ച് കെട്ടി കൊണ്ടുവന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മിക്സി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ബ്ലെൻഡറൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയ്ക്കും നിങ്ങൾ കുക്ക് ചെയ്യുന്നവരാണ് അതിനനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ എടുത്താൽ മതി. അതേപോലെ തന്നെ ഇനി അടുത്തത് മസാലകളൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇങ്ങനത്തെ ആവശ്യമുള്ള മസാലകളൊക്കെ ഒരു 2-3 മാസത്തേക്കുള്ളതൊക്കെ കൊണ്ടുവന്നാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ കുറേ അധികം ഇന്ത്യൻ സ്റ്റോറുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കുക്കിംഗ് അങ്ങനെ അധികം വശമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വിശപ്പിന് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഇപ്പോൾ അച്ചാർ അല്ലെങ്കിൽ ചമ്മന്തികൾ, ഇപ്പോൾ കുറേ കാലത്തേക്കൊക്കെ ഇരിക്കുന്ന ചമ്മന്തി പൊടികളുണ്ടല്ലോ, അല്ലെങ്കിൽ ബീഫ് വരട്ടിയത് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരാം. മാഗി, അങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തതാണ് മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ നാട്ടിൽ നിന്ന് ഡോളോ, പിന്നെ വേദനയ്ക്കുള്ള ഗുളിക അല്ലെങ്കിൽ വേദനയ്ക്കുള്ള ഓയിൽമെൻറ്റ് അല്ലെങ്കിൽ കഫ് സിറപ്പ് അല്ലെങ്കിൽ പിന്നെന്താ വിക്സ്, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷേ മെഡിസിൻസിൻ്റെ ഒക്കെ പ്രിസ്ക്രിപ്ഷനും ബില്ലും കൂടിയും കൂട്ടത്തിൽ വെക്കുക കേട്ടോ. അതല്ല ഇവിടെ നിന്ന് നമുക്ക് പാരസെറ്റമോളും ഇബുപ്രോഫിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ പാരസെറ്റമോളും ഇബുപ്രോഫിനും അങ്ങനത്തെ മെഡിസിൻസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സൺഡേ ആണ് എത്തണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേയും വീക്കെൻഡ്സ് ഇവിടെ നമ്മുടെ ഫാർമസി ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ നോട്ട് ഫാൾ ഫാർമസിയിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. മെഡിസിൻസ് ആവശ്യത്തിനുള്ളത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പിന്നെ സ്പെക്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ എക്സ്ട്രാ സ്പെക്സ് ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവരാം. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ള സ്പെക്സ് കേടാവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ സ്പെക്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ സ്പെക്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എക്സ്ട്രാ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇനി സിമ്മ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വോഡാഫോൺ, O2, ടെലികോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിമ്മുകളുണ്ട്. പല കമ്പനികളുടെയും സിമ്മുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് സിമ്മ് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ അതിൻ്റെ ഷോപ്പുകളിലൊക്കെ സിമ്മ് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് സിമ്മ് എടുക്കാവുന്നതാണ്. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചെക്കിൻ ബാഗ് ഉണ്ടാവും, ഹാൻഡ് ബാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ചെക്കിൻ ബാഗിൽ തന്നെ ഈ അച്ചാറും സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ പാക്ക് ചെയ്യാണ്ട് അച്ചാറുകളും പിന്നെ മസാലകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഒരു ബാഗിലും പിന്നെ ഡ്രസ്സുകളൊക്കെ വേറൊരു ബാഗിലായിട്ട് പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എങ്ങാനും ഈ അച്ചാറൊക്കെ പൊട്ടി പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടി ഒതുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം. പിന്നെ ഇനി കമൻസിൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് എത്ര ലിക്വിഡ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, എത്ര ലിറ്റർ ഓയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ചെക്ക് ഇൻ ബാഗിൽ നിങ്ങൾക്ക് എത്ര ലിറ്റർ വേണമെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. അതിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലിറ്റർ വേണമെങ്കിലും ചെക്ക് ഇൻ ബാഗിൽ കൊണ്ടുവരാം. ഇനി ഹാൻഡ് ബാഗിൽ എത്ര ml ലിക്വിഡ് കൊണ്ടുവരാം എന്നൊക്കെ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബാഗിൽ നിങ്ങൾക്ക് 100 ml ലിക്വിഡ് കൊണ്ടുവരാം. അതിപ്പോൾ 1 ലിറ്ററിൻ്റെ ബാഗിൽ കൊള്ളാവുന്ന 100 ml കുപ്പികൾ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. 100 ml കൂടാൻ പാടില്ല. അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള എന്താ പറയുക ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ മറ്റ് ഐറ്റംസൊക്കെ 100 ml കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതെടുത്ത് വേസ്റ്റ് ബോക്സിലിടും. എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഷാർപ്പ് ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്, ഇപ്പോൾ സൂചിയും നൂലൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുമെങ്കിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ സൂചി നൂലും അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ കത്രിക അങ്ങനത്തെ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെക്ക് ഇൻ ബാഗിലാണ് ഇടേണ്ടത്. ഒന്നും ഹാൻഡ് ബാഗിൽ വെക്കരുത്. ഹാൻഡ് ബാഗിൽ പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെക്കുക, അതൊരിക്കലും ചെക്ക് ഇൻ ബാഗിൽ വെക്കരുത്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ബാഗ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ബാഗിലാണ് എല്ലാ ഡോക്യുമെൻറ്റ്സും എടുക്കേണ്ടത്. പിന്നെ പാസ്പോർട്ടും വിസയൊന്നും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണം, മസ്റ്റായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ കൊട, അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ അഡാപ്റ്റർ, പിന്നെ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ്, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാശ്. അത് നിങ്ങൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ യൂറോയിലോട്ട് മാറ്റി കൈ പിടിക്കുക. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ബാഗിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ജർമ്മനിയിലോട്ട് വരാൻ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും